മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അതൊക്കെ എവിടെത്തി? അവിടെ കഴിഞ്ഞോ? ആഹാ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരണോ ഇക്കയ്ക്ക്? ഓ ശരി ശരി, ഞാൻ ഇക്കയ്ക്കകത്തെ വീടിന്റെ പുറത്ത് തന്നെ ഉണ്ടാവും. പെട്ടെന്ന് പോയോ? ഓക്കെ. ആരാ സിദ്ധു വിളിച്ചേ? ചൂസേ, നമുക്കേ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റാ? ആരാ? ഷിഹാബൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഷിഹാബിക്ക? ആ, സിദ്ധുന്റെ കൂടെ ദുബായില് വർക്ക് ചെയ്യുന്നേ, അന്ന് ഇവിടെ വന്നേ, കോഴിക്കോടുള്ള. അശോ, ഇക്ക വരുന്നുണ്ടാ? ഇപ്പൊ എത്തും. എന്നാ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു സിദ്ധു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. അതല്ല, ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാറുണ്ടല്ലോ, ഫുഡ് എന്തെങ്കിലും സ്പെഷ്യല്? അതൊന്നും കുഴപ്പമില്ല, ഇക്കല്ലേ. ഇക്ക ഇങ്ങോട്ട് വരും, ഇക്കയുടെ ഒരു പെട്ടി എന്തെങ്കിലും ഉണ്ട്, അത് മേടിച്ചിട്ട് ഇക്ക അങ്ങ് പോകും. സീനൊന്നുമില്ല. എന്നിട്ട് ആളവിടെ എത്തി? ആളടുത്തെത്തിനാ പറഞ്ഞേ. അതാണെന്ന് തോന്നുന്നു. സിദ്ധു, കൂടാരം വേണം, കൂട്ടിലൊരു ലാൻഡ് ഫോണും വേണം. എന്താടാ തടിച്ച് കൊഴുത്തല്ലോ നീ? പിന്നെ സൂപ്പറാടാ. രച്ചു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയാൽ അവിടെ അയച്ചു തരുന്നു. തന്നിരിക്കുന്നു നല്ല മജ്ജയും മാംസവും ഉള്ള സിദ്ധുവിനെ. എന്തൊക്കെയാണ് വികാസം തന്നെ? പരമസുഖം. ബ്ലോക്ക് ആയിരുന്നു വരുന്ന വഴി, അത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തല്ല ഇവിടെ സുഖം തന്നെ. ഓ, അത് മുഖം കണ്ടാൽ അറിയാലോ. തിരിച്ചു പോയില്ലേ ദുബായിക്ക്? പിന്നെ ഞാൻ പോയി. ഞാൻ അടുത്തപ്പോഴേ അർബാബ് അമേരിക്കയിൽ പോയിരിക്കുന്നു. ഓ, അപ്പൊ ഞാനിങ്ങ് പോന്നു. പിന്നെ അവിടെ ഈ കുബൂസും പച്ചവെള്ളവും കുടിച്ച് നിൽക്കണ്ടല്ലോ. അതല്ല, അപ്പൊ അർബാബിന് ഇടംകൈയും വലംകൈയും ഇങ്ങോട്ട് വന്നതിനപ്പൊ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇടംകൈയും വലംകൈയോ? എന്താ അങ്ങനെ പറഞ്ഞു? ഇക്ക കഴിഞ്ഞ അവിടെ അങ്ങനെയല്ലേ പറഞ്ഞേ? അവിടെ എല്ലാവരും നമ്മൾ ഇടംകൈ വലംകൈ വിളിക്കുന്ന നിനക്കറിയില്ലേ? എടാ, നമ്മൾ ഇടംകൈ വലംകൈ എന്നല്ലേ വിളിക്കാറവിടെ. വണ്ടി പോലും നമ്മളില്ലാതെ ഓടില്ലല്ലോ. അങ്ങനെ വണ്ടി മാത്രമല്ല, ഒട്ടകം. അമ്മ, എന്തുണ്ട്? സുഖല്ലേ? കോഴിക്കോടുള്ള എല്ലാവർക്കും എങ്ങനെയുണ്ട്? കോഴിക്കോട് നാട്ടുകാരും നമ്മളൊക്കെ പരമസുഖമായിട്ടിരിക്കുന്നുണ്ട്. അല്ല, നമ്മളന്ന് കഴിച്ച പഴംപൊരി ബാക്കിയുണ്ടോ? പഴംപൊരി എല്ലാം തിന്നില്ലേ, പിന്നെ എങ്ങനെയാ ബാക്കി വരുന്നേ? ഓ, കോമഡി കോമഡി, തമാശക്കാരി തമാശക്കാരി. സിദ്ധു, നിന്റെ വീട്ടിലെ ഫുള്ള് തമാശക്കാരാട്ടോ. എത്ര പഴംപൊരി വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ പഴംപൊരിയിലൊന്നും നിൽക്കൂലട്ടോ. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ, ഞാനൊരു വാക്ക് പറഞ്ഞ അർബാബ് കേൾക്കുന്നു. എന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് സിദ്ധുവിന് ലീവ് കിട്ടിയത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ അർബാബ് കേൾക്കുന്നേ. എന്തല്ലേ കാരണമാണല്ലേ സിദ്ധുവളി വരാൻ ലേറ്റ് ആയത്? അതിനങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ അർത്ഥമുണ്ട്. എങ്കിൽ പിന്നെ വന്ന കാലം നിൽക്കാൻ നമുക്ക് അകത്തിരുന്ന് തള്ളിയാലോ? കഴിഞ്ഞ തവണ വന്നപ്പോഴേ അടിയൻ ഇതേപോലെ തമാശയായിരുന്നു അല്ലേ? അതൊക്കെ വിടുക്കാം. ദുബായില് ഞാനില്ലാതെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പറ. ഓ, നല്ല സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാ, ഒരു കാര്യമില്ലാതെ വളിപ്പിടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. പ്രവാസ ജീവിതല്ലേ, ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടി അളിയാ. നമ്മളൊരു കാര്യം ചെയ്ത് നിങ്ങളെ തള്ളു കിടക്കട്ടെ. അല്ല, നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം കുടിക്കാനേ. തൊണ്ട വെള്ളം തള്ളിയിട്ട്. തമാശക്കാരൻ. പിന്നിക്ക, ഓ, നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ദുബായിൽ വെച്ചിട്ട് യാറാനെ കണ്ടായിരുന്നു. പിന്നെ കാണാതെ? അവള് സുഖമായിട്ടിരിക്കുന്നു. അവളെ കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നുണ്ട്. പിന്നെ അർബാബ് അമേരിക്കയിൽ പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല സങ്കടം ഉണ്ട് അവൾക്ക്. അല്ല, ഇനിയിപ്പോ അർബാബ് അമേരിക്കയിൽ പോയത് കൊണ്ടാണോ അതോ സിദ്ധു നാട്ടിലേക്ക് വന്നത് കൊണ്ടാണോ നമുക്കറിയില്ല കേട്ടോ. ഞാൻ ദുബായിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അവളെ പോയി കണ്ടിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ആ ദിവസം മാത്ര, അത് കഴിഞ്ഞ് 3 ദിവസം അതേ കരച്ചിലായിരുന്നു. എടാ, ഭക്ഷണം പോലും കഴിക്കാറില്ലായിരുന്നു അവള്, പാവം. ഭക്ഷണം പോലും ഇല്ല. അർബാബ് പറഞ്ഞാ കേക്കണ്ടേ? എങ്ങനെ? നീ പറഞ്ഞാൽ മാത്രല്ലേ അവള് കേൾക്കുള്ളൂ. നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല. പാവല്ലേ, പാവാണ് അവള്. അല്ല, പഴംപൊരി ഒന്നുമില്ലേ? വെള്ളം കുടിക്ക, പഴംപൊരി പറയാ വരും. കമ്പനിന്ന് കോള്. അയ്യോ, ഞാനിവിടെ പറയല്ലേ, ലീവ് ക്യാൻസൽ ചെയ്യും. പോരാവേ. പോരാ. ഹലോ,
ഓ ഞാനേ ഫുഡിന്റെ കാര്യം എന്തായെന്ന് നോക്കിയിട്ട് വരാവേ. ആ പെട്ടെന്ന് നോക്ക്. ആ ഇക്ക നിങ്ങൾ നേരത്തെ ഈ യാറ എന്നെന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ യാറാ യാറ അതാരാ? യാറ ആരാന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാ, യാറ അർബാബിന്റെ സിസ്റ്ററിനെ പോലെയാ. അല്ല, സിസ്റ്റർ തന്നെയാ. ഓ സിസ്റ്ററാ? ആ ആഹാ. നേരത്തെ ആ നേരത്തെ അതെ നമ്മുടെ അറബാബിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ. അതെ. യാറയും യാറ 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 അളിയനെ ഭയങ്കര കാര്യമാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ അവക്ക് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ്. സിദ്ധു ഭക്ഷണം കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ, സിദ്ധു ഉറക്കിയാലേ അവൾ ഉറങ്ങത്തുള്ളൂ. മാത്രല്ലടാ എപ്പോഴും അവളെ പുന്നാരിച്ചോണ്ടിരിക്കുകയും വേണം സിദ്ധു. ആ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലച്ചേച്ചേക്കാളും ഇഷ്ടമാണോ? ലച്ചു 5-6 കൊല്ലം കൂടുമ്പോ 2 മാസല്ലേ കാണുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ യാറയുടെ കൂടിയല്ലേ. ആ. ഇക്ക ഇപ്പൊ യാറയുടെ കാര്യം പറഞ്ഞല്ലോ. ഒന്നില്ല ഇക്ക. നല്ല മധുരണ്ട്. ആണാ? ഇക്ക പിന്നെ ഈ യാറയ്ക്ക് ഏറെക്കുറെ ഒരു എത്ര വയസ്സ് വരും? പപ്പായിരിക്കും അല്ലേ? ചെറുതോ കൊച്ചു വെച്ച് അല്ലേ? കൊച്ചോ? എടാ അവക്ക് 21 വയസ്സായടാ. പോനു 21 വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കുറുമ്പിന് ഒരു കുറവുമില്ല. ഭാഗ്യത്തിനെ ആ കുറുമ്പ് ഇവിടെ സിദ്ധുവിനോട് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് അയ്യോ 21 ഭയങ്കര രസാ. അവനും അവളും കൂടി അവിടെ കാണേണ്ട കഥയാണ്. അയ്യോ അയ്യോ. ആ കമ്പനിന്ന് അവിടെ ചെറിയൊരു വള്ളി ഞാനത് സോൾവ് ആക്കി കൊടുത്തു. ചോദിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഫുഡൊക്കെ ഉണ്ടാക്കിയോ? ഇപ്പം വരാട്ടോ കഴിക്കാ. ഇതാരാ വിളിക്കുന്നത്? ഹലോ. ഷമീർ, നീ എവിടെ? ഞാനിവിടെ എറണാകുളത്ത്. വയറ്റില്ലണ്ടാ തരാന്നോ? എടാ 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 ഞാൻ വരടാ. എടാ 15 മിനിറ്റ്. എടാ 15 മിനിറ്റ് ഞാൻ വയറ്റിലേക്ക് എത്താം. ആ എത്തും, നീ വെയിറ്റ് ചെയ്. എത്തും. ആ ഓക്കെ. സിദ്ധു, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വയറ്റിൽ വേണം. ഞാനൊന്ന് പോവുക കേട്ടോ. ഇക്ക ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. എടാ ഷമീറാടാ വന്നിട്ടുണ്ടടാ. ഏത് ഷമീർ? എടാ നമ്മുടെ കിസേസിലുള്ള ഷമീറില്ലേ? എടാ അവര് 5 ലക്ഷം റുപ്യ വാങ്ങി 10 മാസം അതിനെ പറ്റിച്ച് നടക്കുക. ഇന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി പോയില്ലെങ്കിലേ ഇനി 10 മാസം കഴിഞ്ഞിട്ട് അവരെ പൈസ എനിക്ക് തരുള്ളൂ. അതുകൊണ്ടാട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയാൽ പെട്ടി എടുത്തോണ്ട് പോവാ. പെട്ടി. ആ വെച്ചു ഒരു കാര്യം ചെയ്യ്, 2 ആൾ കൂടി ഒരു ദിവസം നമ്മളെ അങ്ങോട്ട് പോവാം. 2 ദിവസം നിന്ന് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോരാ കേട്ടോ. ഓ നയിക്കട ഐറ്റം. പൊട്ടിച്ചില്ലല്ലേ ഭാഗ്യത്തിന്? ഇല്ല. അളിയാ. ഓ ശരി വെച്ചു പോട്ടെ. നിന്റെ ഒരു അളിയനുണ്ടല്ലോ. ചേച്ചി ശാന്തോ പൊട്ട്. അയാളുണ്ടല്ലോ, അയാളങ്ങ് ഇത്രയും കാലം ചതിക്കുമായിരുന്നടാ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അയാൾക്ക് അവിടെ വേറെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇതൊക്കെയാ പറഞ്ഞേ. സിദ്ധു ഊട്ടിയല്ലേ കഴിക്കത്തുള്ളൂ, കൊഞ്ചിച്ചാലേ ഇരിക്കത്തുള്ളൂ. എന്നിട്ടിപ്പോ ഞാനും എന്റെ കൊച്ചു പഴിയാ തരാം അല്ലേ? അങ്ങനെ ആയിരിക്കും. ലച്ചോ ഇവിടെ നിൽക്കായിരുന്ന ലച്ചൂസേ, ഇക്ക യാത്രയാക്കാൻ നേരത്തെ ഒന്ന് കൂടെ വരായിരുന്നു കേട്ടോ. മോശമായി ലച്ചു, ഞാൻ പറഞ്ഞേ കേട്ടില്ലേ? ഇക്ക യാത്രയാക്കുന്ന സമയത്ത് ഒന്ന് കൂടെ വരായിരുന്നു. ഭയങ്കര മോശമായി പോയത്. എന്താടി ഈ മുറ്റം വരെ യാത്രയാക്കാനല്ലേ, അല്ലാതെ കോഴിക്കോട് വരെ കൊണ്ടാക്കാനൊന്നും അല്ലല്ലോ. അല്ലല്ല. അതെ, എന്തു പറ്റി? എന്താ പ്രശ്നം? തലവേന വല്ലതും ഉണ്ടോ? തലവേന ഉണ്ടോ നോക്കട്ടെ. നോക്കട്ടെ ലച്ചൂസേ. ഇനി എന്താ കാര്യം പറ. തലവേന അല്ലോട്ടെ, നമുക്ക് ആശുപത്രി പോവാന്ന്. എനിക്ക് തന്റെ കൂടെ ഒരു പാതാളത്തിലേക്കും വരണ്ട. ശരി, എന്തെങ്കിലും ഒക്കെ ആവട്ടെ. ഒരു കാര്യം ചെയ്യാം, ഇക്ക നമ്മളെ ക്ഷണിച്ചതാണ്. നമുക്ക് അടുത്ത ആഴ്ച കാലിക്കറ്റ് പോയി അടിച്ചു പൊളിക്കാം. കോഴിക്കോട് ബിരിയാണിയും കഴിക്കാം. കോഴിക്കോട് ബിരിയാണി അല്ലേ? അത് താനേ
ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് അങ്ങ് വെട്ടി വിഴുങ്ങിയാ മതി. സിധു, ലച്ചുസ് എന്താ പറ്റി? പോയെ പോയെ പോയെ. ലച്ചു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ദുബായിക്ക് റിട്ടേൺ തിരിച്ചു പോകും കേട്ടോ, പറഞ്ഞില്ല എന്ന് കേട്ടോ. ചുമ്മാ ഓരോ കാര്യമില്ലാതെ വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞ് ഇത് എത്രയൊന്നും പറഞ്ഞ സഹിക്കാം. ദുബായിക്ക് റിട്ടേൺ പോകുന്നല്ലേ? ആ പിന്നെ പോണ്ടേ. എനിക്കറിയാം എന്താ പോകുന്നു. നിങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു. എന്നെയും കൊച്ചിനെയും കാണാനാണ് വന്നത്. ഞങ്ങൾ ഒരുപാട് അവിടെ മിസ് ചെയ്ത്. എടാ മിസ് ചെയ്തെന്തോ ശരിയല്ലേ അത്? മതി, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. സിദ്ധുവേ, ഷിഹാബിക്ക പോയാ? ഇക്ക പോയിട്ട് കുറെ നേരമായി. അമ്മ ഇങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ, അവക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ആ നല്ല കുഴപ്പമുണ്ട്, ഒന്ന് പോയി നോക്കി. എന്ത് കുഴപ്പം? ലച്ചു ലച്ചു, എന്ത് കുഴപ്പം? പനിയൊന്നുമില്ലല്ലോ. അല്ല, മൊത്തത്തിലൊരു പെരുമാറ്റത്തിലും നോട്ടത്തിലും ഒക്കെ എന്തോ കുഴപ്പമില്ല, നോക്കി ചെക്ക് ചെയ്തേ. തലവേദന ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്തെങ്കിലും പറ്റിയാ? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ നീ എന്തിങ്ങനെ നിക്കണ? എപ്പോഴും ഒരു മനുഷ്യൻ ഒരേപോലെ നിൽക്കാൻ പറ്റുമോ? അത് പറ്റത്തൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുമ്പോ എന്തോ ഒരു 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 കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെ. എനിക്കിപ്പോ വേണ്ടത് കുറച്ച് മനസ്സമാധാനമാണ്. അതുകൊണ്ട് രണ്ടു കിടന്നൊന്ന് പോയി തരൂ. തുടങ്ങിയ ഇങ്ങ് വന്നേടാ, ചോദിക്കട്ടെ, ഇങ്ങ് വന്നേ. നിന്റെ പെങ്ങൾക്കേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പെങ്ങൾക്ക് നീണ്ടല്ലോ. അളിയാ, നിന്റെ ചേച്ചി ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്നും അല്ലടാ, പെട്ടെന്നാണ് മൂഡ് മാറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ആ അങ്ങനൊക്കെ മൂഡ് മാറും. ലച്ചേ, ഇങ്ങനെ കരയാതെ. കുട്ടുമാമൻ ഇങ്ങനെ വല്ലതും കാണിക്കുവാണെങ്കിൽ അമ്മ ചിരിക്കോ? എന്റെ ശ്രീ അങ്ങനെയൊന്നും കാണിക്കൂല. എന്റെ ശ്രീയെ നല്ല മനുഷ്യനാ. അയാൾ എന്നെ കാണാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറുതെയാ. ഇവിടെ ഒരു ഭാര്യ, അവിടെ വേറൊരു ഭാര്യ. എന്നാൽ ഈ സിദ്ധുവിന് ഭയങ്കര ബുദ്ധി എന്നല്ലേ? അമ്മായി നോക്കിക്കോ, കുട്ടുമാമനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചുമ്മാ ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നശിക്കട്ടെ, എല്ലാരും നശിക്കട്ടെ, ആരും നന്നാവരുത്. ഇങ്ങനെ ശപിക്കാതെ ലച്ചു. ഞാൻ ശപിക്കും. ഞാനും എപ്പോഴാണ് ആലോചിക്കുന്നത്, അയാൾക്ക് ഇപ്പൊ പഴയതുപോലെ എന്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല അമ്മായി. ഞാൻ എന്ത് പറഞ്ഞാലും മൊത്തത്തിൽ ഒരു അവഗണനയാണ്. നീ ചുമ്മാ ഓരോന്നും ആലോചിച്ച് കൂട്ടാതെ. നിനക്ക് വെറുതെ തോന്നായിരിക്കും ഇതൊക്കെ. തോന്നലല്ലേ അമ്മായി? ഞാൻ അയാൾ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന ആളല്ലേ. അതൊക്കെ തന്നെ അമ്മായി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ അറബി പെമ്പിള്ളേരെ കാണാനേ ഭയങ്കര സൗന്ദര്യമാണല്ലേ? സത്യം പറയട്ടെ ലച്ചു, ഈ അറബി പിള്ളേരെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല നീണ്ട കണ്ണ്, നല്ല ഭംഗിയുള്ള മൂക്ക്, ആപ്പിള് പോലെ തുടുത്ത കവള്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. അമ്മായി, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല. അറബി പെൺപിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ. കരയല്ലേ ലച്ചു? എന്റെ കുഞ്ഞു കൊള്ളാം, എന്റെ കുഞ്ഞു സുന്ദരിയല്ലേ? എടാ, ഇവള് പറഞ്ഞേ കൊള്ളയല്ലേ? എല്ലാം പറഞ്ഞ തന്നെ തന്നെ മൈ ഞാനും കേട്ടതാ. എന്നാണ് കര? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം കള്ളന്മാരാണ്. ഒറ്റ
ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അങ്ങനെയാണെങ്കിൽ മാമനോ? അതിന്റെ കേശുവേ, ഈ കുറച്ചാണുങ്ങൾ മാത്രമേ മാന്യന്മാരായിട്ടുള്ളൂ. അതിലൊരാളാണ് എന്റെ ഫ്രണ്ട് മാന്യൻ. അമ്മായി, അമ്മായി ഒരു കാര്യം ചെയ്യണം. ഒരു ടിക്കറ്റ് എടുത്തിട്ടേ മാമന്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നോക്കണം. അവിടെ വല്ല സാറ കാണും. എന്തോ അളയന് യാറാ, മാമന് സാറാ. അതെ, ഞാൻ ഈ മറ്റേ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. സാറേ സാറ കാണും. പക്ഷെ ഈ ഗൗരി അവിടെ എത്തിയോണ്ടല്ല, ഈ സാറേനെ വെട്ടി നുറുക്കി മരുഭൂമിയിൽ പട്ടിക്കിട്ട് കൊടുക്കും. അല്ല അമ്മ, ഈ അവസരത്തിൽ ചോദിക്കാൻ പോകണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും ചോദിക്കുകയാണ്. മരുഭൂമിയിൽ പട്ടിയുണ്ടോ? എന്നാ ഒട്ടകത്തിന് ഇട്ട് കൊടുക്കും. ഒട്ടകം വെയിറ്റ് ചെയ്യാറില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ആൻസർ അറിഞ്ഞൂടാ. ചേച്ചി പോട്ട് കരയണ്ട, നമുക്ക് അളയൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ചേച്ചി ചേച്ചി ഒന്ന് ദുബായ് വരെ പോയി നോക്കുന്നു. ടിക്കറ്റ് എടുത്ത് ദുബായ് വരെ പോയി നോക്കട്ടെ. അല്ല ലച്ചുവേ, ഈ അവസരത്തിലേ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പറയാണ്, നീ ദുബായിൽ പോയി അവിടുത്തെ അറബി പെങ്കൊച്ചിനെ കണ്ടാലേ ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നീ പോണ്ട, അല്ലേ? അത് പോട്ടെ, കരയല്ലേ? പോട്ട് 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 നമുക്ക് വിളിക്കണ്. യാറയുടെ അളി അല്ല, ചേച്ചിയുടെ അളി, എന്റെ അളി. എന്റെ പൊട്ടി വരും. താൻ പോയി തന്നെ ആരാനും വിളിക്കണു. ചേച്ചി ചിലപ്പോ അങ്ങനെ വിളിക്കും. ലച്ചൂസ്, ലച്ചുമോൾ. ലച്ചുമോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ലച്ചൂസ്, എന്റെ മൊബൈൽ കണ്ടായിരുന്നോ? എനിക്കെന്തിനാ തന്റെ ഫോൺ? നിന്റെ പ്രശ്നം ഇതുവരെ മാറിയില്ല? അളിയാ, അമ്മായി ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞ? ഇല്ല അമ്മായി, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എടേ, നിന്റെ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് വേറെ കാര്യം ചോദിക്കും. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ പുറത്തു പോകാൻ പറ്റുമോ? വൈകുന്നേരമോ? വൈകുന്നേരം ഞാൻ ഫ്രീ അല്ല, എനിക്ക് ദുബായിക്ക് കുറച്ച് കോൾസ് ചെയ്യണം. കേട്ടാ, ദുബായിക്ക് കുറച്ച് കോൾസ് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിലും തനിക്കിപ്പോ എന്നെയൊന്നും അല്ലല്ലോ വേണ്ടത്. അളിയ, ഇവക്ക് എന്താ പറ്റി? സിദ്ധുവേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സിദ്ധു വരാൻ വേണ്ടി ലച്ചു എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ വന്നല്ലോ. സിദ്ധുവിന് ലച്ചുവിന് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ? അതെനിക്കറിയാം. സിദ്ധു, ലച്ചുവിനെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, പുണ്യം. അതിനിപ്പോ എന്താ, ലച്ചു എന്റെ ഭാര്യയാണല്ലോ. അളിയനെ സ്നേഹിക്ക്. சித்து எவ்வளோ காமெடி தெரியுமா? ஐயோ சித்து சித்து சித்து, வேற ஒன்றும் പറയാനില്ലേ? ரொம்ப நல்ல காமெடி சொன்னா. சிரிச்சு சிரிச்சு வயித்தெல்லாம் வலிச்சது. കോമഡിയാ? நிறைய சொன்னா. ഓഹോ, അപ്പൊ അയാൾ അവിടെ കോമഡി പറഞ്ഞോണ്ടിരിക്കുവാണല്ലേ. എന്റെ കാര്യത്തിലും മൈൻഡ് ഒന്നുമില്ല, നല്ലതാ. എന്നാച്ചു ഉനക്ക്? പസിക്കുതാ? എനിക്ക് വേറെ ചോദിക്കാനൊന്നുമില്ല. എന്താ എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എന്തുവാ? എനിക്ക് എന്താ ഇവിടെ കിടന്ന് ബഹളം വെച്ചൂടെ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കിടന്ന് ബഹളം വെക്കും. അപ്പൊ എന്താ? എന്റെ ലച്ചു, നീ അടുക്കളയിൽ കേറിയാ തന്നെ ഇവിടെ സ്വസ്ഥത സമാധാനമില്ല. അതെ, ഞാനാളിപ്പോ എല്ലാവരും സ്വസ്ഥത കളയണത് എനിക്കറിയാത്. അല്ല, നിനക്ക് സമാധാനമായിട്ട് ഇവിടെ ജോലി ചെയ്താൽ എന്താ കുഴപ്പം?
എന്താ പ്രശ്നം? എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ കിടന്ന് പറയുന്നു. ഒന്നുമില്ല അമ്മൂമ്മ, വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ചേച്ചിയുടെ കിളി പോയതാ. ആടാ എന്റെ കിളി പോയതാ ശരിയാ. എനിക്ക് മാത്രം ഇവിടെ കിളിയില്ല, ബാക്കി എല്ലാവർക്കും കിളിയുണ്ട് അല്ലേ? നിന്റെ കിളി പണ്ടേ പോയതല്ലയോ? അളിയൻ വന്നപ്പോഴെങ്കിലും ചേച്ചി നന്നാവുന്ന ഞങ്ങള് വിചാരിച്ചു. കാല് മടക്കൊന്നും തന്നേണ്ടല്ലോ, പൊക്കോളാ മുമ്പിന്ന്. പാറുവേ, നീ ചെല്ല് ഇവിടെ നിൽക്കണ്ടപ്പോ. ചേച്ചി, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. എന്തോന്ന് പരിഹാരം കാണാൻ? എടാ എന്തുവാ കാര്യം? എന്താന്ന് വെച്ചാൽ തെളിച്ചൊന്ന് പറയോ? അതൊന്നും ഇല്ല അമ്മ. ഒന്നും ഇല്ല അമ്മാന്നാ, എന്തിനാണ് മറച്ചു വെക്കണേ? ഞാൻ പറയാം മുമ്മേ, നിങ്ങളുടെ മരുമോനുണ്ട്, നിങ്ങളുടെ മരുമോന്റെ ആൾ ശരിയല്ല. അത് ഞാൻ പണ്ടേ പറയാറുണ്ടല്ലോ, നിങ്ങൾക്കല്ലേ മനസ്സിലാവാത്തത്? ചേച്ചി, അമ്മൂമ്മയുടെ മരുമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനാണ്. അപ്പൊ എന്നെ കെട്ടുന്നവരായിട്ട് വരും. മറ്റേ കൊച്ചുമോൻ. ആ നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ, കൊച്ചുമോന്റെ ആൾ ശരിയല്ല. അത് ഇവനല്ലയോ? അത് ഇവനാ. ഇവൻ ഒട്ടും ശരിയല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അതല്ലെന്ന്, കൊച്ചുമോളുടെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, സിദ്ധുമോനോ? അവനെന്ത് പറ്റി? അയ്യോ സിദ്ധു മോനോ. എന്നാ കേട്ടോ, നിങ്ങളുടെ സിദ്ധു മോനുണ്ടല്ലോ, അവിടെ ദുബായില് വേറെ ഭാര്യ കൊച്ചൊക്കെ ഉണ്ട്. അയ്യോ മോളെ, നീ പറയുന്നത് സത്യമാണോ? ഉള്ള കാര്യ പറഞ്ഞ. അവളെ സിദ്ധുന് വേറെ അറബി പെണ്ണായിട്ട് കണക്ഷൻ ഒക്കെ ഉണ്ട്. നല്ല വിടർന്ന കണ്ണും, നല്ല ആപ്പിള് പോലത്തെ കവിളും, നല്ല ചുവന്ന ചുണ്ടും, നല്ല നീണ്ട മൂക്കൊക്കെ ആയിട്ട് വേറെ സെറ്റപ്പ് ഒക്കെ ആയിട്ട്. അതിന് മക്കള് കണ്ടായിരുന്നു അവളെ? ഇല്ല, അമ്മായി പറഞ്ഞു. ഓഹോ, അപ്പൊ ഗൗരി അറിഞ്ഞോണ്ടുള്ള പരിപാടി അതില്ലേ എന്റെ കൊച്ചിനെ ചതിച്ചത്? എന്റെ അമ്മ, ഞാൻ ഒരു ഉപമ പറഞ്ഞതമ്മ. ഓഹോ, ഇങ്ങനെയാണോ ഉപമ പറയുന്നത്? മോള് കരയല്ലേ? കേശു, ഉള്ളതാണോടാ ഈ പറയുന്നതൊക്കെ? ഉള്ളത് തന്നെ അമ്മൂമ്മ, ഞങ്ങൾ കേട്ടയാണ്. അയ്യോ മക്കള് കരയണ്ട. ദേ അമ്മൂമ്മ ഇങ്ങനെ നിൽക്കുമല്ലോ ഇവിടെ. മക്കള് സമാധാനമായിട്ടിരിക്കും. ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തോന്ന് പരിഹാരം ഉണ്ടാക്കാൻ? എല്ലാം പോയില്ല അമ്മൂമ്മ. പിന്നെ എന്തോ അവിടെ പേര്? യാരാ. അതാ ഞാൻ ചോദിച്ചേ, ആരാന്ന് യാരാ ചോദിച്ചത് കേട്ടില്ലേ നിനക്ക്? ആരാന്നത്? പേരാണ് യാരാ. പയ്യെ ആറേ യാരാ. അയ്യോ, അതെന്തൊരു പേരാടാ? അറബി പേര്. ലച്ചു, ഇങ്ങോട്ട് നോക്കിയേ, അമ്മൂമ്മ ഒന്ന് പറയട്ടെ. കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. ഇവിടെ കേശു അമ്മൂമ്മ ഇവിടെ നിന്നിട്ട് എന്താ കരയാള് വേറെ കെട്ടിയില്ല അവിടെ. ஐயோ லிச்சு, நீ தப்பா ஏதோ புரிஞ்சுக்கிற. நம்ம சித்து அப்படியெல்லாம் செய்ய மாட்டான். ആന്റി, ഇനി അവൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണല്ലോ, ഓൾറെഡി എന്റെ ടെമ്പറൊക്കെ തെറ്റി നിക്ക. ഞാനേ വീട് മൊത്തം എന്റെ മൊബൈൽ തപ്പി കിട്ടിയില്ല. ആരും കണ്ടായിരുന്നാ? ഫോൺ എന്റെ മൊബൈല് നീ എടുത്തു വെച്ചേക്കുമായിരുന്നോ? ഈ കള്ളി പ്രാങ്ക് ആയിരുന്നല്ലേ? ലെറ്റ് സോ നോട്ടി. ആ മൊബൈൽ ദുബായിലെ എന്റെ കോള് കാത്തൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഫോൺ താ. ഞാൻ പറഞ്ഞില്ലേ അവിടെ വെയിറ്റ് ചെയ്ത ആളുണ്ടെന്ന്. ഫോൺ താ. എന്നാലേ ഈ ഫോൺ ഞാൻ തനിക്ക് തരുന്നില്ല. തനിക്ക് ഫോൺ കിട്ടിട്ട് തന്നെ മറ്റാൾ വിളിക്കാനല്ലേ? അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഉള്ള ആളെ എന്തായാലും വരട്ടോ അളിയ. സിദ്ധുവേ, എന്നാലും എന്റെ മോനെ. എന്താ അമ്മൂമ്മ? சித்து, ലച്ചൂസ് വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ലച്ചൂസേ, നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നേ? നീ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരുടെ അടുത്ത് ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ പെരുമാറുന്നേ. സിദ്ധു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാ. പെൺകുട്ടി? ഓഹോ, നിനക്കിപ്പോ ഞാൻ പെൺകുട്ടി അല്ലായിരിക്കുമല്ലോ, ഒരു കൊച്ചിന്റെ തള്ളയാണല്ലോ.
എനിക്ക് വിടർന്ന കണ്ണുകളില്ല, ആപ്പിള് പോലത്തെ കവിളുകളില്ല, ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന എണ്ണ പാടങ്ങളില്ല, ഈന്തപ്പന തോട്ടങ്ങളില്ല. പക്ഷെ നിന്നെ മാത്രം സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ടായിരുന്നു. അതാണ് നീ തല്ലിക്കെടുത്തിയത്. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. I just hate you. I hate you, Sidhu. I hate you. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.